ലൈൻ പൊട്ടി വീഴായിരുന്നു. ഒരേ ലൈനുകൾ പൊട്ടി ടോ 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 എന്ന് പറഞ്ഞ വലിയ പടക്കം പൊട്ടണമാതിരി ഭയങ്കര സൗണ്ട്. ഞങ്ങളുടെയൊക്കെ വീടുകളിലൊക്കെ കറണ്ടൊക്കെ പോയി. എന്തൊക്കെ കത്തിപ്പോയിട്ടുണ്ടെന്നൊന്നും അറിയില്ല, ആർക്കൊന്നും അറിയില്ല. കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ പൂജാരി വളവിന് സമീപത്തുള്ള ഗോഡൌണിൽ വൻ തീപിടുത്തം. ഏകദേശം 20 മീറ്റർ ഉയരത്തിലാണ് തീ പൊങ്ങിയത്. ഇതിന്റെ മുകളിലൂടെ KSEBയുടെ 220 ലൈൻ പോകുന്നുണ്ടായിരുന്നു. ആ ടവർ ലൈനും പൊട്ടി ഉരുകി താഴെ ഈ ഗോഡൌണിന് മുകളിൽ വീണു. വൻ തീപിടുത്തമായിരുന്നു. ഇതിനകത്ത് ഉണ്ടായിരുന്ന വാഹനങ്ങളെല്ലാം കത്തി. അതുപോലെ തന്നെ ബെഡും സ്റ്റോർ ചെയ്യുന്ന ഒരു ഗോഡൌണായിരുന്നു. ഇതിലേക്ക് തീ വേഗത്തിലാണ് പടർന്നത്. പ്രാഥമിക നിഗമനം അനുസരിച്ച് ഈ ഒരു ഗോഡൌണിന്റെ സൈഡിൽ കുറച്ച് വെൽഡിംഗ് വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് തീപ്പൊരി വീണതാകാം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. അങ്ങനെയാണ് ഈ ഒരു ഗോഡൌണിന് തീപിടിച്ചതും ഇത്രയും ഉയരത്തിൽ തീ ഉയർന്നും അതിന് മുകളിലുള്ള ടവർ ലൈൻ പൊട്ടി ഇതിന്റെ മുകളിലേക്ക് വീണത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനവും. അതുപോലെ തന്നെ പരിസരവാസികൾ പറയുന്നതും ഇതുതന്നെയാണ്. ഫയർഫോഴ്സ് വന്ന് അടിയന്തരമായിട്ട് ഫയർഫോഴ്സ് എത്തി. അതാണ് ഏറ്റവും വലിയ ഗുണം കിട്ടി. എത്താൻ കഴിഞ്ഞു, എല്ലാവരും എത്തി. ഫയർഫോഴ്സ് വന്നിട്ട് ഫയർഫോഴ്സിന് നിങ്ങൾ വരാൻ പറ്റാത്ത റോഡ് ബ്ലോക്കായി പോയി. റോഡ് കംപ്ലീറ്റ് ബ്ലോക്കായി പോയി. അങ്ങനെ ഞാനും എൻ്റെ ബ്രദറും കുറേ പേരും കൂടി ഞങ്ങൾ അവിടെ നിന്ന് ഓടിച്ചെന്ന് അവിടെ റോഡിലെ എല്ലാ വണ്ടികളും തടുത്ത അപ്പുറത്ത് കൂടെ ഒക്കെ തിരിച്ച് താഴത്തേക്ക് ഇറക്കി വിടും. നല്ല പൊട്ടിത്തെറിയുണ്ടായിരുന്നു. വേറെ ആളുകൾക്ക് പേടിച്ചിട്ട് ഈ ലൈൻ പൊട്ടി വീണുകൊണ്ട് ആരും തന്നെ കയറുന്നില്ല. ഈ ഡയറക്റ്റ് കുടംകുളത്ത് തന്നെ ആയതുകൊണ്ട് എല്ലാവർക്കും ഭയമായിരുന്നു കയറുന്നത്. എന്നാലും അവർ വേറെ അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇറങ്ങി അവർ കയറി വന്നു കഴിഞ്ഞപ്പോൾ വിളിച്ച് കഴിഞ്ഞപ്പോൾ തീർന്നെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എൻ്റെ കൺട്രോൾ റൂമിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും. അപ്പോൾ കൺട്രോൾ റൂമുകാരെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ വന്ന് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാ ഫയർഫോഴ്സ് യൂണിറ്റും കയറി പുക മാത്രമുള്ള ആൾക്കാർ കണ്ടോളൂ. പുക കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓടി വന്നപ്പോൾ അപ്പുറത്തേക്കും കൂടെ പോകാൻ പറ്റാതെ ബ്ലോക്കിൽ കിട്ടുന്നത്. അങ്ങനെ അപ്പുറം ഇപ്പുറം പെടാതായിട്ട് പിന്നെ ഞങ്ങൾ കയറി റോഡിൽ കയറിയിട്ട് റോട്ടിൽ നിന്ന് ജനങ്ങളെ കൂടി ഫയർഫോഴ്സ് നിയന്ത്രിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ഗോഡൌണിൻ്റെ ഈ ഒരു ഭാഗത്ത് പാത്ത് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഡ്രില്ലിങ്ങും വെൽഡിങ് അങ്ങനെയുള്ള വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് തീപ്പൊരി വീണതെന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും ഈ നിൽക്കുന്നവരാണ് ഈ ഒരു വെൽഡിങ് വർക്ക് ചെയ്തതെന്നുള്ളതാണ് അറിവ്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായിട്ട് ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഏതായാലും വൻ ദുരന്തം തന്നെയാണ് ഒഴിവായത്. ഇതുപോലെയുള്ള ആവർത്തനങ്ങൾ ഇല്ലാതിരിക്കാൻ തീർച്ചയായും നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ബെഡുകൾ അങ്ങനെയുള്ള പെട്ടെന്ന് തീപിടിക്കാൻ സാധ്യതയുള്ള ഇതൊക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള അപകടങ്ങൾ നമ്മൾ നിരവധി കണ്ടതാണ്. ഇതുപോലെയുള്ള അപകടങ്ങൾ വരുമ്പോൾ ഇതുപോലെ പറയും, ഫയർഫോഴ്സ് ഓടിയെത്തും, ചിലപ്പോൾ വൻ ദുരന്തങ്ങൾ സംഭവിച്ചേക്കാം. പക്ഷെ അങ്ങനെ ആ സമയങ്ങളിലൊക്കെ മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കും. അതിനുശേഷം ഇതെല്ലാം മറക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മളുടെ നാട്ടിൽ കണ്ടുവരുന്നത്. തനിയാവർത്തനങ്ങൾ ഇല്ലാതിരിക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് കൈകോർക്കാം. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24.